ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഒരാഴ്ചയായിട്ട് ഒന്നും ചെയ്യാറുണ്ടായില്ല. കാശ്മീരിൽ പോയേക്കായിരുന്നു. കാശ്മീരിലെ വിശേഷങ്ങളൊക്കെ ഞാൻ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. എന്നാൽ ഞാൻ ഇന്നൊരു ചോക്ലേറ്റ് ബ്രൗണിയാണ് ഉണ്ടാക്കണത്. കുറച്ച് ദിവസമായി വിചാരിക്കുന്നത് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ചോക്ലേറ്റ് ബ്രൗണിയാണ്, ഡാർക്ക് കോമ്പൗണ്ടാണ്. ഇത്രയും ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്യാനായിട്ട് ഡബിൾ ബോയിൽഡ് മെത്തേഡിലാണ്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കണു. തിളച്ച വെള്ളമാണ് കേട്ടോ. തിളച്ച വെള്ളത്തിൻ്റെ മീതേക്ക് തീ കുറച്ചിട്ട് വെച്ച് കൊടുക്കുകയാണ്. ചോക്ലേറ്റ് മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിനകത്തേക്ക് ഇത്രയും ബട്ടർ ഇട്ട് കൊടുക്കണം. ഓയിൽ ഒഴിക്കണില്ല, അതിന് പകരം കൂടുതൽ ബട്ടർ ഒഴിക്കും. ഒന്ന് മെൽറ്റാവട്ടെ. ബട്ടറും ചോക്ലേറ്റും മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഒന്ന് ചൂടാറട്ടെ. ഇവിടെ നിന്ന് ഇരുന്ന് ചൂടാറട്ടെ. 250 കപ്പാണ്. അതിങ്ങനെ ഇത്രയും പഞ്ചസാര ചോക്ലേറ്റൊക്കെ ഇടുന്നതിന്. അതൊന്ന് പൊടിച്ചെടുക്കട്ടെ. പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഞാൻ 2 മുട്ടയാണ് കേട്ടോ ചേർക്കണത്. 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതാണ്. അതിനകത്തേക്ക് പഞ്ചസാരയിലേക്ക് ചേർക്കാം. വാനില എസൻസ് ഒരു 3/4 ടീസ്പൂണ്. ഇത് ഒന്നുകൂടി അടിച്ചെടുക്കാം. അധികം അടിക്കേണ്ട ആവശ്യമില്ല, ഒന്നുകൂടി അടിച്ചെടുക്കാം. 250 കപ്പിൽ 1/2 കപ്പിൻ്റെ മിനുസമുണ്ട് കേട്ടോ. ഒരു 125 മുകളിലുണ്ടാവും ആ മൈദപ്പൊടി. ഇത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. സോഡാപ്പൊടി ചേർക്കുന്നില്ല. അത് അത്രയ്ക്ക് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ലല്ലോ കേക്കിൻ്റെ പോലെ. അതുകൊണ്ട് കുറച്ച് ഒരു നുള്ളു ഉപ്പ്, 2 സ്പൂണ് കൊക്കോ പൗഡർ, ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കുക. പഞ്ചസാരയും മുട്ടയും എസൻസും കൂടി അടിച്ചെടുത്ത മിക്സിയിലേക്ക് ഞാൻ ഈ പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. സ്പൂൺ കൊണ്ടായാലും ബീറ്ററൊന്നുമില്ല, വിസ്ക് വെച്ചിട്ടായാലും ഇങ്ങനെ മിക്സ് ചെയ്താലും മതി. ഞാൻ സ്പൂൺ കൊണ്ടാണ് കേട്ടോ മിക്സ് ചെയ്യാറ്. എനിക്ക് എളുപ്പം അതായിട്ട് തോന്നണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ കൂട്ടിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ബട്ടറും ചോക്ലേറ്റും കൂടി ഉള്ളതാണ്. ഇതിൻ്റെ ബാറ്റർ അധികം ലൂസാവേണ്ട ആവശ്യമില്ല, തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. സ്ക്വയർ ട്രേ ആണ്, കേക്ക് ട്രേ. അതിനകത്ത് സൺഫ്ലവർ ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ചേക്കണതാണ് കേട്ടോ.
ഈ ബ്രൗണിയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ആയിട്ട് നിരത്തി കൊടുക്കാം കേട്ടോ. ഓവൻ സെറ്റപ്പ് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തേക്കണതാണ്. അതിനകത്തേക്ക് ഈ ട്രേ ഒക്കെ വെച്ച് കൊടുക്കണം. ഇതൊരു 25 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം. ബ്രൗണിയുടെ കേക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്തിരി സോഫ്റ്റ് വന്നിട്ടുണ്ടോ എന്നൊരു സംശയം. സോഡാപ്പൊടി കിട്ടിയില്ല എന്നിട്ടും സോഫ്റ്റായി ഉണ്ടോ. കറക്റ്റ് വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. കേക്ക് ട്രേ പുറത്തേക്ക് എടുക്കണം. ഇവിടെ നിന്ന് ഇരുന്ന് തണുക്കട്ടെ. കേക്കിൻ്റെ മീതേക്കടെ ഒഴിക്കാനായിട്ട് കുറച്ച് ഗണേഷ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കുറച്ച് ചോക്ലേറ്റ് ഗണേഷ്. അതിനകത്ത് 2 സ്പൂണ് പാലാണ് ഒഴിച്ചു കൊടുക്കണം. ഇത്രയും ഡാർക്ക് കോമ്പൗണ്ട്. ഞാൻ ഇത് ഡബിൾ ബോയിൽഡ് അല്ല വെക്കണേ. ഇത് നേരെ വെച്ച് കൊടുക്കണം. നേരെ അടുപ്പത്ത് വയ്ക്കുകയാണ്. ഇതൊന്ന് മെൽറ്റാവട്ടെ. ചോക്ലേറ്റ് മെൽറ്റായിട്ടുണ്ട് കണ്ടോ. ഇതിനകത്തേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കണം. ഇത് തീ ഓഫ് ചെയ്തു. ഇതിൻ്റെ ചൂടുകൊണ്ട് ബട്ടർ മെൽറ്റായിക്കോളും. ബ്രൗണിയുടെ കേക്ക് ഞാൻ ബട്ടർ പേപ്പറൊക്കെ കളഞ്ഞ് ഡിമോൾഡ് ചെയ്തെടുത്തു കേട്ടോ. അത് ഇതിൻ്റെ നടുത്തിരി കൊഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്യാൻ പോവാം, നിരപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് സോഫ്റ്റ് വന്നിട്ടുണ്ട്. ബ്രൗണിക്ക് അധികം സോഫ്റ്റ് ആവശ്യമില്ല. ഞാൻ സോഡാപ്പൊടിയൊന്നും ഇട്ടില്ല, എന്നിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ബ്രൗണിയുടെ കേക്കിലേക്ക് ചോക്ലേറ്റ് ഒഴിച്ച് ചേർക്കണ്ട. ഒരു പാത്രം വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. ഞാൻ ഇത് ഒരു 9 പീസായിട്ടാണ് കേട്ടോ മുറിക്കണേ.
ഞാൻ ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. ബ്രൗണിക്ക് ഡെക്കറേഷൻ കൊടുക്കാനായിട്ട് ഒരു സിമ്പിൾ ഡെക്കറേഷൻ ചോക്ലേറ്റ് ബ്രൗണിയിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാനാണ്. ഡബിൾ ബോയിൽഡ് മെത്തേഡിലാണ് ചെയ്യുന്നത്. വെള്ളം തിളച്ചിട്ടുണ്ട്, ഞാൻ അതിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കണം. തീ ഒന്ന് കുറയ്ക്കുന്നുണ്ട്, തിളച്ച വെള്ളമല്ലേ. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ തീ കുറച്ചിടാം, പിന്നെ അത് മെൽറ്റായിക്കോളും. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഒരു ചെറിയ ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്ര മതി. ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ. ഇതാണ് എൻ്റെ സിമ്പിൾ ഡെക്കറേഷൻ. നല്ല ഭംഗിയില്ലേ നോക്കിയേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ചെയ്ത് നോക്കുക. എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കണം കേട്ടോ. ഞാനിത് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നന്നായാൽ ദൈവത്തിന് നന്ദി പറയുന്നു. അടുത്ത വീഡിയോയുടെ റെസിപ്പിയായിട്ട് വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.